ഫേമസ് ബ്രാൻഡിന്റെ ഏറ്റവും കലോറി കൂടിയ ഫുഡ് അതാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ചോദിക്കാതെ വെറുതെ വിട്ടാൽ ശരിയാവത്തില്ല ഇത് കേട്ടോ. നമ്മൾ ഹെൽത്തി ഫുഡിന്റെ വീഡിയോ ചെയ്തായിരുന്നു, അതിന്റെ വിന്നർ വൗ മോമോസ് ആയിരുന്നു. ഇനി അടുത്തത് അൺഹെൽത്തി ഫുഡ്. സോ ആദ്യം നമുക്ക് സ്റ്റാർബക്സിന്റെ ഏറ്റവും കലോറി കൂടിയ ഫുഡ് ഐറ്റം നമുക്ക് ടെസ്റ്റ് ചെയ്യാം. നമുക്ക് ഇവിടുത്തെ ഏറ്റവും കലോറി ഡെൻസ് ആയിട്ടുള്ള ഒരു ഫുഡ് വേണം. സോ അങ്ങനെ അവിടുത്തെ ഏറ്റവും കലോറി ഉള്ള ഫുഡ് പുള്ളിക്കാരൻ തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് തന്നു. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൾഡ് ബ്രൂ മാറ്റി. ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ട്രോമ അടിക്കുന്ന ട്രോമ. അർജുനൻ്റെ വീഡിയോ. അയ്യോ, നമുക്ക് ഈ ഡ്രിങ്കിന് ഒരു 2.5 മാർക്കേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഇത് ഭയങ്കര അടിപൊളി എന്ന് പറയാനും പറ്റത്തില്ല, പക്ഷെ കൊള്ളത്തില്ലെന്ന് പറയാനും പറ്റത്തില്ല. സോ 2.5 സ്റ്റാർ കിട്ടിക്കൊണ്ട് സ്റ്റാർബക്സ് ആണ് ഫസ്റ്റ് നിൽക്കുന്നത്. സോ ബെസ്റ്റ് ഹൈ കലോറി ഫുഡ് അവാർഡ് ഇപ്പൊ കൈയിരിക്കുന്നത് സ്റ്റാർബക്സിന്റെ കയ്യിലാണ്. അടുത്ത നമ്മൾ പോകുന്നത് KFCയിലേക്കാണ്. ഏറ്റവും കലോറി കൂടിയ ഫുഡ്, മാക്സിമം കലോറി വരുന്ന ഫുഡ് ഐറ്റം ഏതെങ്കിലും പറഞ്ഞത്. അവിടുത്തെ ഏറ്റവും കലോറി കൂടിയ ഫുഡ് ഫ്രൈഡ് ചിക്കൻ ആയിരുന്നു. നമുക്കിത് കഴിഞ്ഞ് ഒരുപാട് ഫുഡ് കഴിക്കണം എന്നുള്ളത് കൊണ്ട് ക്വാണ്ടിറ്റി നമ്മൾ കുറച്ചേ പറയുന്നുള്ളൂ. KFCയുടെ ഏറ്റവും അൺഹെൽത്തി കലോറി ഡെൻസ് ഫുഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ടേസ്റ്റിൻ്റെ ബേസിസിൽ കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ആർക്കാ ഫ്രൈഡ് ചിക്കൻ ഇഷ്ടമല്ലാത്തത്? അതുകൊണ്ട് നമുക്കൊരു 4 കൊടുക്കാം ടേസ്റ്റിൻ്റെ ബേസിൽ. അങ്ങനെ 4 പോയിന്റോട് കൂടി KFC ഫസ്റ്റ് നിപ്പുണ്ട്. ഇപ്പം നമുക്ക് നോക്കാം KFC പൊട്ടിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ എന്ന്. നമുക്ക് ഇവിടുത്തെ ഏറ്റവും കലോറി ഡെൻസ് ആയിട്ടുള്ള ഫുഡ് വേണം. കലോറി ഡെൻസ്, ഏറ്റവും കലോറി ഉള്ള ഫുഡ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കലോറിയോ? അതെന്ത് തേങ്ങയാണെന്ന് എന്നോട് ചോദിച്ചത്. ഞാൻ പിന്നെ എങ്ങനെയൊക്കെയോ മനസ്സിലാക്കി കൊടുത്തു. ബിഗ് എമ്മി ബർഗർ അല്ലേ, ഡബിൾ പാറ്റി വരും, അതാണ് ഏറ്റവും കലോറി കൂടുതൽ. ഓക്കെ, എന്നാൽ അതെടുത്തോ. എന്ത് സാധനം? പിക്കിള്. ഞാൻ നേരത്തെ ഹെൽത്തി ഫുഡിനകത്ത് കഴിച്ച മഹാരാജയുടെ അതേ ടേസ്റ്റ് തന്നെ, പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ ഏറ്റവും കലോറി ഉള്ള ഫുഡ് ഇതാണ്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഞാൻ അത്ര വലിയ സാറ്റിസ്ഫൈഡ് അല്ല. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ റിവ്യൂ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു 3 കൊടുക്കാൻ പറ്റൂ. അങ്ങനെ 3 സ്റ്റാർ മക്ഡേക്ക് കിട്ടി. പക്ഷെ ഇപ്പോഴും കപ്പ് KFCയുടെ കയ്യിൽ. മാക്സിമം കലോറി ഉള്ള ഫുഡ് ഐറ്റം നമുക്ക് വേണം. 5 പീസ് ആയിരുന്നല്ലേ കലോറി വരുന്നത്? അത് എന്തോ ക്വാണ്ടിറ്റി അധികം ഉള്ളതുകൊണ്ടാണോ? 5 ഫ്ലേവർ ചിക്കൻ യൂസ് ചെയ്യും, അതുകൊണ്ട് കലോറി കൂടുതലല്ലേ? ഓക്കെ അങ്ങനെ നമുക്ക് അതിൻ്റെ റെഗുലർ എടുത്തോ. ആ ഗൈസ്, അപ്പോൾ നമ്മൾ 5 ചിക്കൻ പീസ് പിസയാണ് നമ്മൾ ഓർഡർ ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് കുറേ ചിക്കൻ വരുന്നുണ്ട്. ചിക്കൻ മീറ്റ് ബാൾ, ചിക്കൻ റഷീദ്, ചിക്കൻ ടിക്ക, ചിക്കൻ സോസേജ്, അങ്ങനെ കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കലോറീസ് കൂടുതലുണ്ട് എന്നാണ് നമ്മുടെ കൂട്ടുകാരൻ പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ സാധനം എത്തിയിട്ടുണ്ട്. 15 മിനിറ്റ് വെയിറ്റിങ്ങിന് ശേഷം. ഇതാണ് അവരുടെ ഏറ്റവും കലോറി ആയിട്ടുള്ള ഫുഡ്. ഇത് കണ്ടാൽ തന്നെ അറിയാം ഇത് കലോറിയാണ്. ഇത് കണ്ടോ, ഉള്ളിൽ പോയി. ടു ബി ഹോണസ്റ്റ്, എനിക്ക് പിസ്സ ഒന്നും ഇഷ്ടമല്ല, എന്നാലും ഇതിനെ കുറച്ച് ടേസ്റ്റ് തോന്നുന്നുണ്ട് കേട്ടോ. കൊള്ളാം കേട്ടോ, കുഴപ്പമില്ല. ഏറ്റവും കലോറിയുള്ള ഈ പിസയ്ക്ക് നമ്മളൊരു 3 റേറ്റിംഗ് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഡൊമിനോസിന് 3 മാർക്ക് കിട്ടി. പക്ഷെ KFC ഇതുവരെ പൊട്ടിക്കാൻ കഴിഞ്ഞില്ല. അടുത്തത് വോ മോമോസ് ആണ്. ബ്രോ, ഇവിടുത്തെ ഏറ്റവും കലോറി കൂടിയ ഫുഡ് ഐറ്റം. ഒരുപാട് കലോറി ഉള്ള ഫുഡ് ചോദിച്ചപ്പോൾ അവർ ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ള ഫുഡ് എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നു. ഓക്കെ, അത് നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലേ? അതായത് കറിയുടെ ഒരു പോർഷൻ ആയിട്ട് നൂഡിൽസും എഗ്ഗും, ബോയിൽഡ് നൂഡിൽസ്, 1 എഗ്, പിന്നെ ഗ്രേവി. ഓക്കെ അതിന്റെ
ചെറിയ ക്വാണ്ടിറ്റിയിൽ വല്ലതും ഉണ്ട് ഇതിന്റെ തന്നെ? അതിന്റെ ചെറിയ ക്വാണ്ടിറ്റി ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ അവർ പറഞ്ഞു ഫ്രൈഡ് ചിക്കൻ മൊമോസ് ഹൈ കലോറി ആണെന്ന്. അങ്ങനെ ഞാൻ അത് ചൂസ് ചെയ്തു. മൊമോസ് ഫസ്റ്റ് അടിക്കുമോ എന്നാണ് നമ്മുടെ കൺസേൺ ഇപ്പം. കാര്യം വെച്ചാൽ കഴിഞ്ഞ വട്ടം മൊമോസ് തന്നെ ഫസ്റ്റ് അടിച്ചത്. ഇതാണ് അവരുടെ സിംഗിൾ മൊമോസ്. ആൾക്കാരൊക്കെ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. ഇവൻ കുറെ നേരമായിട്ട് ഫുഡെല്ലാം മേടിച്ചുകൊണ്ട് വന്ന് കഴിക്കുന്നുണ്ടല്ലോ, ഇവര് വയറ് നിറയുന്നില്ല ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. അപ്പം നമ്മൾ ഇനി മൊമോസ് ട്രൈ ചെയ്യാൻ പോവാ. സംഭവം കൊള്ളാം, പക്ഷെ ഇച്ചിരി എരിയുണ്ട്. കേസർ അത്രയും വരുമെന്ന് വെച്ചാൽ കേസർ അത്രയും വരത്തില്ല. എന്നാലും എൻ്റെ ക്യാമറമാൻ ജഡ്ജ് ചെയ്തില്ല. ഇതിലെൻ്റെ ക്യാമറമാൻ ജഡ്ജ് ചെയ്യും. എന്നാടാ കഴിക്കുക. സോ നമ്മുടെ ക്യാമറമാൻ ജഡ്ജ് ചെയ്യാൻ പോവാണ്. സോ പറയൂ, എങ്ങനെയുണ്ട് സാധനം? മോമോസ് ആകെ ഞാൻ 2 വട്ടം അങ്ങോട്ട് കഴിച്ചിട്ടുള്ളൂ. 2 വട്ടം കഴിച്ചിട്ടുള്ളൂ. ഫ്രൈഡ് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നത്. ബട്ട് നമുക്ക് KFCയുടെ ഞാൻ കഴിച്ചിട്ടുള്ള KFCയുടെ അനുസരിച്ച് നോക്കുമ്പോൾ ഇത് അത്ര പോരാ. ചിക്കനേക്കാളും നമുക്ക് വെജീസ് ആണ് കൂടുതൽ. സോ ഒരു 2 ഒക്കെ വേണമെങ്കിൽ റേറ്റ് ചെയ്യാം. 2 കൊടുക്കാന്നേ ഉള്ളല്ലേ? അപ്പൊ നമ്മുടെ KFC പൊട്ടിച്ചിട്ടില്ല. ഇല്ല. ഓക്കെ, അങ്ങനെ വൗ മോമോസിന് 2 സ്റ്റാർ കിട്ടി. പക്ഷെ KFC എടുക്കുന്ന അവാർഡ് തട്ടിയെടുക്കാൻ പറ്റിയില്ല. ഇതല്ലേ? ഏതാ? നേക്കഡ് വെജി ടാക്കോ ചിക്കൻ. അപ്പൊ നേക്കഡ് ചിക്കൻ ടാക്കോ എടുത്തു. ഓക്കെ, സാധനം കിട്ടേ. ഇതാണ് സാധനം. നമ്മൾ തുറന്നു വരുമ്പോൾ വേണ്ട, ഞാൻ ആദ്യമായിട്ട് ടാക്കോസ് ട്രൈ ചെയ്യുന്നത്. അപ്പം ഇതാണ് സാധനം കേട്ടോ. ബട്ട് ഇതിനൊന്നും ഇല്ലല്ലോ. ഇത് ഫുള്ള് ചിക്കൻ എന്നല്ലേ പറഞ്ഞു നമ്മളോട്? ആടാ, നമ്മൾ നേക്കഡ് ചിക്കനാണ് ഓർഡർ ചെയ്തത്, നേക്കഡ് ചിക്കൻ ടാക്കോസ്. ബട്ട് വി ക്യാൻ ഫൈൻഡ് എനി ചിക്കൻ ഹിയർ. അതുകൊണ്ടാണ് നേക്കഡ് എന്ന് പറഞ്ഞല്ലേ? അതുകൊണ്ടാണ് നേക്കഡ് എന്ന് പറഞ്ഞു. സർപ്രൈസ് മദർ. ട്രൈ ചെയ്യാം നമുക്ക്. ഇല്ല, ചിക്കൻ ഇല്ല. ഈ ചിക്കൻ ഇതിനകത്ത് അരച്ച് തീർത്തതെന്ന് പറഞ്ഞോളൂ. നമുക്ക് വേണമെങ്കിൽ ചെന്ന് ചോദിക്കാം. അങ്ങനെ ചോദിക്കാതെ വെറുതെ വിട്ടാൽ ശരിയാവത്തില്ല ഇത് കേട്ടോ. നേക്കഡ് ചിക്കൻ ടാക്കോസ് അല്ലേ? അപ്പൊ ചിക്കൻ അതിനകത്തില്ലല്ലോ. ഷെൽ ഫുള്ള് ചിക്കനല്ലേ? ഓക്കെ, അതാണ് സംശയം. നമ്മള് വിചാരിച്ച കണക്ക് തന്നെയാണ് കാര്യങ്ങൾ. ഷെല്ലാണ് ചിക്കൻ കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ 2 മാർക്കേ കൊടുക്കുന്നുള്ളൂ ഇതിന്. പക്ഷെ അത് കഴിഞ്ഞ് നമുക്ക് ഏറ്റവും വിറ്റ് പോകുന്ന ടാക്കോസ് നമുക്ക് ഫ്രീ ആയിട്ട് ടേസ്റ്റ് ചെയ്യാൻ തന്നു. OG ഡബിൾ സ്റ്റാക്കർ ടാക്കോ. അതാണ് ഏറ്റവും വിറ്റ് പോകുന്ന സാധനം. ടു ബി ഹോണസ്റ്റ്, മറ്റേനെക്കാട്ടിലും വേ ബെറ്റർ. ഇത് കൊള്ളാം. പക്ഷെ നമുക്ക് ഏറ്റവും കലോറി കൂടിയ ഫുഡാണ് ഇന്ന് മത്സരിക്കാനുള്ളത്. ഏറ്റവും കലോറി കൂടിയ ഫുഡ് ഇതായിരുന്നെങ്കിൽ ഇത് മേ ബി ഫസ്റ്റ് അടിച്ചേനെ. ഈ വീഡിയോയിൽ എൻ്റെ ടേസ്റ്റ് അനുസരിച്ചാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ആ ഫുഡ് കൊള്ളത്തില്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കാം, ഇഷ്ടപ്പെടത്തില്ല. ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണ്. സോ ഒരിക്കലും എൻ്റെ വീഡിയോ വെച്ച് ആ ഫുഡിനെ നിങ്ങൾ ജഡ്ജ് ചെയ്യരുത്. നിങ്ങൾ കഴിച്ച് നോക്കുക, നിങ്ങൾ തന്നെ സ്വയം ജഡ്ജ് ചെയ്യുക. ടാക്കോ ബെല്ലിന് 2 സ്റ്റാർ കിട്ടിയോടെ നമ്മുടെ KFC തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഹെൽത്തി ഫുഡും ട്രൈ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയും കാണുക.